Hi students, welcome back. Today we are going to discuss some more MCQ questions from quadratic equations. 12th question. If A and B can take values 1, 2, 3, 4, then the number of equations of the form ax square plus bx plus 1 is equal to 0 having real roots. ഓക്കെ, ഈ ഇക്വേഷൻ ഫോമാണ് നമുക്ക് ഫോം ചെയ്യിപ്പിക്കേണ്ടത്. ഈ ഇക്വേഷൻ ഫോമിൽ വരണം, റിയൽ റൂട്ട്സ് ആയിരിക്കണം. അപ്പോൾ എയ്ക്കും ബിക്കും ഇതിൽ നിന്ന് നമുക്ക് എത്ര പോസിബിൾ വാല്യൂസ് സെലക്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 1, 2, 3, 4 ആണ് നമ്മുടെ വാല്യൂസ്. എയ്ക്കും ബിക്കും അതിനകത്തുനിന്ന് എത്ര നമ്പർ ഓഫ് വാല്യൂസ് നമുക്ക് സെലക്ട് ചെയ്താൽ ഈ ഫോമിലുള്ള ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യിപ്പിക്കാൻ പറ്റും. റിയൽ റൂട്ട്സ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 ആണ്. സോ റിയൽ റൂട്ട്സ് ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ദെൻ ഹിയർ എ ഈസ് ഈക്വൽ ടു എ, ദെൻ ബി ഈസ് ഈക്വൽ ടു ബി, ദെൻ സി ഈസ് ഈക്വൽ ടു 1. കറക്റ്റ് അല്ലേ? നോക്കിക്ക്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. b square minus 4 into a into c means that is 1. So b square minus 4a is greater than or equal to 0. So b square is greater than or equal to 4a. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ആണ് നമുക്ക് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എയ്ക്ക് 1 കൊടുക്കാം. എയ്ക്ക് 1 കൊടുക്കുമ്പോൾ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെ വാല്യൂസ് നമുക്ക് ബിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 2 പറ്റുമോ എന്ന് നോക്കുക. 1 എന്താണെങ്കിലും പോസിബിൾ അല്ല. ബി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 1 ആയതുകൊണ്ട് എ എന്ന് പറയുന്നത് 4a, 4 into 1 4 ആണ്. അപ്പോൾ ബി സ്ക്വയർ 4നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ബി സ്ക്വയർ 4നേക്കാളും ഗ്രേറ്ററും അതുപോലെ ഈക്വൽ ടുവും ആകാം. ആ കണ്ടീഷൻ വരുന്നത് നമുക്ക് 2 എടുക്കാൻ പറ്റുമോ നോക്കിക്കേ. എയ്ക്ക് 1 ആണ്, അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 4 വരും അല്ലേ. 4 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ലേ. ബി ഈസ് ഈക്വൽ ടു 2 സെലക്ട് ചെയ്ത് കൊടുത്താൽ 4 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4 തന്നെയാണ്. സോ ബി വാല്യൂ ഈസ് ഈക്വൽ ടു 2. ദെൻ 3 ഇട്ട് കൊടുത്ത ബിക്ക് 3 എന്ന് പറയുന്നത് 9 ആണ്. 9 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4. അപ്പോൾ അത് കറക്റ്റാണ്. 2, 3. ദെൻ 4 ഇട്ട് കൊടുക്കുക. ബിക്ക് 4 ഇട്ട് കൊടുത്താൽ 16 ആണ്. 16 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് 2, 3, 4 വാല്യൂസ് കിട്ടും. ഇനി നമുക്ക് എ ഈസ് ഈക്വൽ ടു 2 ഇട്ട് കൊടുക്കാം. എ ഈസ് ഈക്വൽ ടു 2 ഇട്ട് കൊടുത്താൽ നമുക്ക് ബിയുടെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് എയ്ക്ക് 2 ആണ്. അപ്പോൾ 8 ആണ് ഇവിടെ വരുന്നത്. 8നേക്കാളും ഗ്രേറ്റർ വാല്യൂ ബി സ്ക്വയർ വരണം. 8നേക്കാളും ഗ്രേറ്റർ വാല്യൂ ബി സ്ക്വയർ വരിക എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം ആണ്. സോ 3 and 4. ദെൻ എ ഈസ് ഈക്വൽ ടു 3 കൊടുക്കാം. എ ഈസ് ഈക്വൽ ടു 3 മീൻസ് 12 ആണ്. അപ്പോൾ 12നേക്കാളും ഗ്രേറ്റർ ആയുള്ള ബി സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് 16 മാത്രമാണ്. അപ്പോൾ 4. സോ ബി ഈസ് ഈക്വൽ ടു 4 വന്നു. ഇനി നമുക്ക് എ ഈസ് ഈക്വൽ ടു 4 സെലക്ട് ചെയ്ത് കൊടുക്കാം. എ ഈസ് ഈക്വൽ ടു 4 മീൻസ് ഇവിടെ 16 വരണം. അപ്പോൾ ഇവിടെയും നമുക്ക് ബി ഈസ് ഈക്വൽ ടു 4 തന്നെ എടുക്കാം. ദെൻ ഈക്വൽ ടു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 അല്ലേ. 1, 2, 1, 3, 1, 4, 2, 3, 2, 4, 3, 4, 4, 4. അപ്പോൾ ടോട്ടൽ നമുക്ക് 7 വാല്യൂസ് ആണ്, പോസിബിൾ വാല്യൂസ് ആണ് വരുന്നത്. 1, 2, 1, 3, 1, 4, 2, 3, 2, 4, 3, 4, 4, 4. So our option B. Understood? Then 13th question. If P and Q are the roots of the equation x square minus px plus q is equal to 0, then what are the values of P and Q? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 0. സം ഓഫ് ദി പി ആൻഡ് ക്യൂ ആർ ദി റൂട്ട്സ്. സോ പി പ്ലസ് ക്യൂ, സം ഓഫ് ദി സീറോസ്. Sum of the zeros is equal to minus b by a. So that is equal to p. Minus b by a. Minus of minus. That is p by 1. Okay. So we can cancel this p and p. So q is equal to 0. Then product of zeros pq. P into q is equal to c by a. So that is equal to q. So we can cancel this q and q. Then we will get p is equal to 1. മനസ്സിലായില്ലേ? So our possible value q is equal to 0 and p is equal to 1. So our answer B. Option B ആണ്. pq is equal to q. Then p is equal to q by q. That is equal to 1. Then 14th question. If a square plus b square into x square plus 2 into ac plus bd into x plus c square plus d square is equal to 0 has no real roots. ഓക്കെ, നമുക്ക് ആദ്യം ബി സ്ക്വയർ മൈനസ് 4ac കാണാം.
ബി സ്ക്വയർ മൈനസ് 4ac ഡിസ്ക്രിമിനൻറ്റ്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദെൻ ബി ദാറ്റ് ഈസ് 2 ഇൻറ്റു ac പ്ലസ് ബി ഡി, then c is equal to c square plus d square. b square minus 4ac, b square ഇതാണ് b, so b square means that is 4 into ac plus bd the whole square minus 4 into a എന്ന് പറയുന്നത് a square plus b square ആണ്, then c എന്ന് പറയുന്നത് c square plus d square. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് നമ്മുടെ കണ്ടീഷൻ ബി സ്ക്വയർ മൈനസ് 4ac ഹാസ് നോ റിയൽ റൂട്ട്സ് ആണ്. സോ ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ലെസ് ദാൻ 0. ഓക്കെ, ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ 4 നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് ഇന്നിക്വാലിറ്റിയുടെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എ സി പ്ലസ് ബി ഡി ദ ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ലെസ് ദാൻ 0. മനസ്സിലായല്ലോ? ഇനി നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്ക്വയർ ചെയ്യാം. എ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 2ab മീൻസ് 2ac bd പ്ലസ് ബി സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് നമുക്കിത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എ സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ മീൻസ് എ സ്ക്വയർ സി സ്ക്വയർ, എ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ മീൻസ് എ സ്ക്വയർ ഡി സ്ക്വയർ, ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ മീൻസ് മൈനസ് ബി സ്ക്വയർ സി സ്ക്വയർ, ദെൻ ബി സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ മീൻസ് മൈനസ് ബി സ്ക്വയർ ഡി സ്ക്വയർ ലെസ് ദാൻ 0. ഇനി നമുക്ക് എ സ്ക്വയർ ഇവിടെ നെഗറ്റീവ് വന്നത് മനസ്സിലായി. ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് എല്ലാം നെഗറ്റീവായെന്ന് മാത്രമേ ഉള്ളൂ. എ സ്ക്വയർ സി സ്ക്വയറും മൈനസ് എ സ്ക്വയർ സി സ്ക്വയറും ക്യാൻസൽ, ദെൻ ബി സ്ക്വയർ ഡി സ്ക്വയർ ആൻഡ് മൈനസ് ബി സ്ക്വയർ ഡി സ്ക്വയർ ക്യാൻസൽ. ഇനി പോയിട്ട് നമുക്ക് വരുന്നത് ഇവിടെ നമുക്ക് നെഗറ്റീവ് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. ദെൻ എ സ്ക്വയർ ഡി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ മൈനസ് 2ac bd ലെസ് ദാൻ 0. ദെൻ ഈ നെഗറ്റീവിനെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ എ സ്ക്വയർ ഡി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ മൈനസ് 2ac bd ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇത് ഏത് ഫോമില? ഇത് എ സ്ക്വയർ ഡി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ മൈനസ് 2ac bd എന്ന് പറയുമ്പം അത് നമ്മുടെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. സോ എ ഡി മൈനസ് ബി സി ദ ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ മീൻസ് എ ഡി മൈനസ് ബി സി ഈസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് എ ഡി ഈസ് ഗ്രേറ്റർ ദാൻ ബി സി. ദാറ്റ് മീൻസ് എ ഡി ഈസ് ഗ്രേറ്റർ ദാൻ ബി സി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏത് ഓപ്ഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിക്കേ. അപ്പോൾ എ ഡി ഈസ് നോട്ട് ഈക്വൽ ടു ബി സി, എ ഡി ഈസ് നോട്ട് ഈക്വൽ ടു ബി സി. അണ്ടർസ്റ്റുഡ്? സോ ആർ ഓപ്ഷൻ ഡി. മനസ്സിലായോ? നോക്കിക്കേ. ടു എ സി ബി ഡി മൈനസ് ഇവിടുന്ന് നമ്മൾ നെഗറ്റീവ് ഔട്ട് സൈഡിലേക്ക് എടുത്തു. നെഗറ്റീവ് ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഇന്നിക്വാലിറ്റി സൈൻ തിരിഞ്ഞു വരും, അത് ഓർത്തോണം. അപ്പോൾ ഇവിടെ ഇസ് ഗ്രേറ്റർ ദാൻ 0 വരും. അപ്പോൾ ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എ ഡി മൈനസ് ബി സി ദ ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ എ ഡി മൈനസ് ബി സി ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ എ ഡി ഈസ് ഗ്രേറ്റർ ദാൻ ബി സി. ദാറ്റ് മീൻസ് എ ഡി ഈസ് നോട്ട് ഈക്വൽ ടു ബി സി. Then next 15th question, if the sum of the roots of the equation x square minus x is equal to lambda into 2x minus 1 is 0, then lambda is equal to, if the sum of the roots of the equation is 0 ആണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇക്വേഷൻ ഫോമിലേക്ക് ആക്കാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ലാംഡ എക്സ് പ്ലസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യണം. എക്സ് നമുക്ക് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് 1 പ്ലസ് 2 ലാംഡ പ്ലസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി.
ഇനി നമുക്ക് സം ഓഫ് ദി സീറോസ് കാണാം. ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു minus b by a. Minus b by a means 1 plus 2 lambda divided by a, that is 1. So alpha plus beta is equal to 1 plus 2 lambda, that is equal to 0. So 2 lambda is equal to negative 1. Therefore lambda is equal to negative 1 by 2. So our option, ഇതിനകത്ത് ഏതാണ് നമ്മുടെ ഓപ്ഷൻ കറക്റ്റ്? സി ആണ്. സോ സി ഈസ് ഈക്വൽ ടു നെഗറ്റീവ്, സി ആണ് നമ്മുടെ ആൻസർ, നെഗറ്റീവ് 1 by 2 ആണ്. So lambda is equal to negative 1 by 2. So our option C ആണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. Okay, then we can see next question. The next question, if x is equal to 1 is a common root of ax square plus ax plus 2 is equal to 0 and x square plus x plus b is equal to 0, then ab is equal to. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ കോമൺ റൂട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എക്സിന് നമ്മുടെ ഇക്വേഷൻ ഇതാണ്, എ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് എക്സിന് 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എ പ്ലസ് എ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. So 2a plus 2 is equal to 0. So 2a is equal to negative 2. So a is equal to negative 1. കറക്റ്റ് അല്ലേ? ഇനി നമ്മുടെ അടുത്ത ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 ആണ്. ഇതിനകത്തും എക്സ് കോമൺ റൂട്ട് ആണ്. സോ 1 പ്ലസ് 1 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. സോ 2 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. സോ ബി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2. നമുക്ക് എ ബി ആണ് കാണേണ്ടത്. എ ബി, എ ഇൻറ്റു ബി, negative 1 into negative 2, that is equal to positive 2. So our option B. Okay students, study up to here. The remaining MCQ questions we will discuss in the next class. Until then, bye bye.